അഷ്ടമലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേത്ര കളരിക്കൽ, പാലക്കാട്. കുറച്ച് ജോലി തിരക്ക് കൊണ്ടും യാത്രകളെ കൊണ്ടും നമുക്ക് കൃത്യസമയത്ത് വീഡിയോ ഇടാൻ നമുക്ക് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും വരുന്ന സമയങ്ങളിൽ നമ്മളത് പൂർവാധികം നന്നായിട്ട് തന്നെ വീഡിയോ കാര്യങ്ങൾ ചെയ്യാനായി കൊണ്ട് ക്ഷമിക്കാം എന്ന് നമുക്കതിനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ഒരു പ്രധാന വിഷയം, നമുക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ തികഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഒരു പാരിതോഷികം എന്നോണം യൂട്യൂബ് നമുക്കൊരു അവാർഡൊക്കെ, ഒരു സിൽവർ ബട്ടൺ ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, ഗുരുജനങ്ങൾക്കും, ബന്ധുമിത്രാദികൾക്കും, സുഹൃത്തുക്കൾക്കും എല്ലാം എൻ്റെ ഒരു വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ അറിയിക്കുകയാണ്. വരും കാലഘട്ടങ്ങളിലും തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെയുള്ള കൂട്ടുകൾ തീർച്ചയായിട്ടും വേണം. അതുപോലെ തന്നെ എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഒരുപാട് കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പുതിയ നല്ല വീഡിയോകൾ നമുക്ക് വരും കാലഘട്ടം നമുക്ക് സാധിക്കുമെന്ന്, അതിന് സമയമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ വർഷത്തെ ഫലങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കൊല്ലവർഷം 1201 ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ വരുന്ന ഒരു വർഷത്തേക്കുള്ള പുതുവർഷ ഫലമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാർക്കും പ്രത്യേകം വീഡിയോകൾ നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ചെറിയ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ ചാനലിന്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് എല്ലാ വീഡിയോയും കയറി കാണാവുന്നതാണ്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. എല്ലാ തിരുവാതിര നക്ഷത്രക്കാർക്കും ഈ മലയാള പുതുവർഷം ഏറ്റവും നല്ല അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഒരു ഓണാശംസകളും നേർന്നുകൊണ്ട് ഈ വർഷത്തെ വർഷഫലം എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ. ഈ വർഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്ക് വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. കുറെ കാര്യങ്ങൾ നേരത്തെ നമ്മളുള്ള സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പുതിയ സാഹചര്യങ്ങൾ അവലംബിക്കണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. ചില കാര്യങ്ങൾ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒന്നും നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കരുത്. അതുപോലെ നേരത്തെ കാര്യങ്ങളൊക്കെ ഡിസോർഡർ ആയിരുന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് നമ്മൾ ക്രമപ്പെടുത്തിയെടുക്കണം എന്നുള്ളത്, എല്ലാം ഒന്ന് ഓർഡർ ആക്കി ഒരു പ്ലാനിങ് വേണം എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു മുൻഗണന കാര്യങ്ങളിലേക്ക് കിടക്കേണ്ട ഒരു സമയമാണ്. ഒരു ലീഡർഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു ടീം വർക്ക് ആവാം. അതും നമ്മൾ ലീഡ് ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ നമ്മളെ കാണുന്നുണ്ട്. അതൊക്കെ വളരെയധികം നമ്മൾ അവിടെയൊക്കെ ബാലൻസ് ചെയ്ത് പോകണം എന്നുള്ളതാണ്. നല്ലത് കെട്ടതുമായിട്ട് വ്യക്തികളൊക്കെ ചിലപ്പോൾ കൂടി ഉണ്ടാവുമല്ലോ. അപ്പൊ കൂട്ടായ്മയോട് പ്രവർത്തിക്കണമെങ്കിൽ എല്ലാവരും അംഗീകരിച്ചേ പറ്റും. നല്ലതാണ് കെട്ടാണെങ്കിൽ ഒരു അഭിപ്രായ സമന്വയം നമ്മൾ കൊണ്ടുവന്ന് ചില ഡിപ്ലോമാറ്റിക് ആയിട്ട് ചില തീരുമാനങ്ങളിലൂടെയൊക്കെ പോകണം. ശരിയെല്ലാം തോന്നലുണ്ടെങ്കിൽ കൂടി അപ്പൊ നമ്മളത് പ്രവർത്തിക്കാതെ അവിടെ കുറച്ചൊന്ന് സംയമനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ഇതിൽ ഇപ്പോ തിരുവാതിരക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിദോഷങ്ങളൊക്കെ എഫക്ട് ചെയ്യുന്ന കാലം, അതുപോലെ തന്നെ വ്യാഴമ്പഴയൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന പല വിഷമങ്ങളും നമ്മുടെ മനസ്സിൽ അലട്ടിക്കിടക്കുന്നുണ്ടാവും. അമിതമായിട്ടൊരു ഭാരം ചുമന്നു, കുറെ നമ്മൾ വർക്ക് ചെയ്തു, വേണ്ടാത്തൊക്കെ ചെയ്തു കൊടുത്തു, അങ്ങോട്ട് കുറെ ചെയ്തു കൊടുത്തു. പക്ഷെ അതിന്റെ ഒരു 10% പോലും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള ചില കുറവുകൾ നമ്മൾക്ക് വളരെയധികം ഒരു കുറ്റബോധങ്ങളൊക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തൊക്കെയോ ഇല്ലായിക, പോരായിക, അങ്ങനെയൊക്കെ മനസ്സിലുണ്ട്. അതൊക്കെ നമ്മൾ എടുത്തു കളയുക, നമ്മൾ പ്രവർത്തിക്കുക. അതിന് ഈശ്വരൻ നമുക്ക് വേറെ വഴിയിലൂടെ നമുക്ക് നല്ല ഫലങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതുപോലെ നമുക്കൊരു ബഹുമാനങ്ങൾ നമ്മളെ തേടിയെത്തുന്നു പറയുന്നു. സ്ഥാനമാനങ്ങൾ വരികയാണ്. സമൂഹം നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാലഘട്ടങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നേതൃത്വ പാഠവും വരുന്നുണ്ട്. എല്ലാത്തിനും സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം വരുന്നുണ്ട്. ഒരു സ്ഥിരത ഉണ്ടാവുക എന്ന് പറയുമല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് സ്റ്റേബിൾ ആവാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു സ്ട്രക്ചർ ഉണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത്. നന്നായിട്ട് പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ സധൈര്യം മുന്നോട്ട് പോവുക. പക്ഷെ നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പക്ഷെ നമുക്കൊരു എന്തെന്നില്ലാത്തൊരു ശക്തി, ഒരു ആവേശമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് തക്കതായിട്ടൊരു അധികാരം നമ്മളിലേക്ക് വരണു എന്ന് പ്രത്യേകിച്ച് പറയുന്നു. കുറച്ച് റെസ്പോൺസിബിലിറ്റി അധികം ഉണ്ടാവും എങ്കിലും ആ റിസ്ക് ഏറ്റെടുക്കുന്നവിടെയാണ് നമുക്ക് വിജയം നമുക്ക് വരിക എന്നുള്ളതാണ് സൂചിപ്പിക്കുക. അപ്പൊ ഒന്നും നമ്മളൊന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ല. അതുപോലെ നമുക്ക് നല്ല ഒരു ഡിവൈൻ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. പിതൃക്കളെ സ്മരിക്കണം, നമ്മുടെ കുടുംബ ബലദേവതയെ ആരാധിക്കണം. ദൂരദേശ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല സമയമാണ്. ഒരു ഡിവൈൻ സപ്പോർട്ട് നമുക്ക് വന്നു ചേരുകയാണ്. ആത്മീയപരമായിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. പല കാര്യങ്ങളും നമ്മളൊന്ന് സ്വയം നമ്മുടെ മനസ്സിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട്. പ്രവൃത്തികളൊന്ന് ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഒരു ഡിസിപ്ലിൻ ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള സൂചന നമുക്ക് തരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ അശബ്ദമായിട്ട് പല കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവും.
അത് നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് അത് നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകരുത്. അതുപോലെ കുറച്ചൊരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാത്തിനെ കുറിച്ചും ഒരു അവബോധം നമുക്ക് ഉണ്ടാവണം, ഒരു അവയർനെസ് നമുക്ക് വരണം, തിരിച്ചറിവുകൾ നമുക്ക് വരണം. അങ്ങനെയൊക്കെ നമുക്ക് ഈ വർഷം പറയുന്നുണ്ട്. അതുപോലെ ചിലവർക്ക് വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. ഒരു ദൈവാനുഗ്രഹം വരികയാണ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നമ്മളോട് പലതും പറയുന്നുണ്ടാവും. അത് നമ്മൾ കേൾക്കാനോട് ക്ഷമിക്കണം, മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഒരു ഒരു സ്ത്രീജനങ്ങളുടെ സപ്പോർട്ട് അത് എങ്ങനെ വേണമെങ്കിലും ആവാം. ഗുരുക്കന്മാരാവാം, സമൂഹത്തിൽ നല്ല വ്യക്തികളാവാം, ആത്മീയപരമായിട്ടുള്ള ഗുരുക്കന്മാരാവാം, അത് നമ്മുടെ സ്വന്തം കൂടെയുള്ളതായിട്ടുള്ള മാതാവോ അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് വ്യക്തികളോ അല്ല, അങ്ങനെയുള്ള ഒരു നമുക്കൊരു ദിവ്യത്വമുള്ള ഒരു സ്ത്രീജനത്തിന്റെ സപ്പോർട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ ഗുരുക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ നിന്ന് അഡ്വൈസ് ഒക്കെ നമ്മൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ എല്ലാം സഹിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഉയർന്ന രീതിയിലുള്ളതായിട്ട് ഒരു ധാർമ്മികത നമ്മൾ കീപ്പ് ചെയ്യണം എന്ന് കാണുന്നു. ചില എല്ലാത്തിനും വളരെ പെർഫെക്റ്റ് ആയിട്ടിരിക്കണം, ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള മൈൻഡോട് കൂടി തന്നെ നമ്മൾ ഇരിക്കണം. എങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ കാലത്തുള്ള ചില നിർബന്ധ ബുദ്ധികൾ നമ്മൾ വിടണം, എല്ലാവരുടെയും ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പോകണം, എല്ലാവരുമായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വല്ലാതെ ഒബ്സസീവായിട്ട് നമ്മൾ മുന്നോട്ട് പോകരുത് എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അല്പം സ്വാതന്ത്ര്യ ശീലം ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അല്പം ഒരു നിയന്ത്രണം അതിലൊക്കെ ഒന്ന് വേണം. അതുപോലെ ഇച്ഛാശക്തി ഉണ്ടാക്കിയിട്ട്, എല്ലാത്തിനും നമുക്ക് ആവശ്യം ഇച്ഛാശക്തിയാണല്ലോ, ഇച്ഛാശക്തി ഉണ്ടാക്കിയെടുക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന പക്ഷം ഈ വർഷം വലിയൊരു അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും നമ്മളെ തേടിയെത്തും എന്നാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം കാത്തിരിക്കുന്നതായിട്ടുള്ള ഫലങ്ങൾ.